സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിപ്പബ്ലിക് ടെക്കീസ്. അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ലോ എൻ്റെ പി സികൾക്ക് പറ്റിയ 3 വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ആളെന്ന ഓപ്ഷനെ എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗിവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരും ഇതുവരെ റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം ആരും മറന്നു പോകരുത്. എല്ലാവരും അതുകൊണ്ട് പെട്ടെന്നൊരു 100 സബ്സ്ക്രൈബ് പെട്ടെന്ന് എത്തിക്കാൻ സഹായിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഗിവ് അവേയാണ് ഞാൻ കരുതി വച്ചിരിക്കുന്നത്. ആദ്യത്തെ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു 3 പേർക്കായിരിക്കും ഈ ഗിവ് അവേ ഗിഫ്റ്റ് ഞാൻ നൽകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. എന്റെ ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. സോ നമ്മുടെ ആദ്യത്തെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനും ആ സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. വണ്ടർഷെയർ ഫിലിമോറ 9. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇത് ഫ്രീ ട്രയലായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബൈ ചെയ്യാവുന്നതുമാണ്. നിങ്ങൾക്ക് വിൻഡോസിലും മാക്കിലുമാണ് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നൊരു വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. പിന്നെ നിങ്ങൾക്ക് 4K എഡിറ്റിങ്, ഫുൾ HD എഡിറ്റിംഗ് എല്ലാം ഇതിൽ ചെയ്യാവുന്നതാണ്. ഒരു വളരെ അടിപൊളിയായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണിത്. ഞാനും ഇതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലോൻ്റെ പി സിയാണ്, ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ മോശമായിട്ട് പറയാനൊന്നുമില്ല, നല്ലൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണിത്. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ്. നിങ്ങൾക്ക് 4GB റാം ആണെങ്കിൽ പോലും നിങ്ങളുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യും. ഒരു 10GB ഫ്രീ ഡിസ്ക് സ്പേസ് എന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ സ്പേസ് അല്ല, സോഫ്റ്റ്വെയറും ഇതിൽ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് 10GB വരുന്നത്. ഇത് വിൻഡോസ് 7, വിൻഡോസ് 8.1, വിൻഡോസ് 10 64-bit OS ഓൺലി. 64-bit മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ i3 ആൻഡ് i5 വർക്ക് ചെയ്യും. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു i3 ആണ്. ഇത് i5 എഴുതിയിട്ടുണ്ടെങ്കിൽ i3 നന്നായിട്ട് ഒരു ലാഗുമില്ലാതെ വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. അടുത്ത സോഫ്റ്റ്വെയർ എന്താണത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, ഷോർട്ട് കട്ട്. ഇതും ഒരു നല്ല എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇത് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ഞാൻ ഈ സോഫ്റ്റ്വെയർ ഞാൻ ഉപയോഗിച്ച് നോക്കി. എൻ്റെ കയ്യിൽ ഒരു i3 7000 പ്രോസസ്സറാണ് ഇരിക്കുന്നത്. പ്രോസസ്സറുള്ള ലാപ്ടോപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എന്നാലും എനിക്കിത് ചെറുതായിട്ട് ലാഗ് ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങൾ ഒരു i5 ലാപ്ടോപ്പോ ഒക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്കിത് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. ഇതും അതുപോലൊരു നല്ലൊരു സോഫ്റ്റ്വെയറാണ്, എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ്. വളരെ ഈസി ടു യൂസ് ആണ്. ഇതെല്ലാം 4K എഡിറ്റിംഗ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അതല്ല, കണ്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഈ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ ഇത് ലിനക്സ്, മാക്ക്, വിൻഡോസ്, ഇത് 3 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വിൻഡോസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കഴ്സർ ഇരിക്കുന്നുണ്ടോ,
ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം 64 ബിറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊരു നല്ല സോഫ്റ്റ്വെയറാണ്. നിങ്ങൾ ഒരു എൻ്റെ പി സി എന്നൊരു i3 പ്രോസസ്സറൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഞാനിത് അത്ര പ്രിഫർ ചെയ്യില്ല. നിങ്ങൾ ഫിൽമോറ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞേക്ക് ഇതൊന്നിൻ്റെ പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ തന്നെ അല്ലാതെ എടുക്കുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് VSDC. ഇത് ഞാൻ പ്രൊഫഷണൽസിന് മാത്രമേ ഞാൻ ഇത് പ്രിഫർ ചെയ്യുള്ളൂ. കാരണം ഇത് ആദ്യമായിട്ടാണ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവില്ല. അത്ര കുറച്ച് പാടാണിത് ഉപയോഗിക്കാൻ. പക്ഷെ നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണിത്. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് കുറച്ച് പാടായിരിക്കും ഉപയോഗിച്ച് വരാൻ വേണ്ടി. ഇത് അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയറാണ്. പക്ഷേ ഈ രണ്ട് സോഫ്റ്റ്വെയറിനെ അപേക്ഷിച്ച് വളരെ നല്ലൊരു സോഫ്റ്റ്വെയറാണ് VSDC എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അതൊക്കെ കണ്ട് നല്ല വൃത്തി പഠിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇത് മൂന്നെണ്ണത്തിൽ ഏതാണ് ബെസ്റ്റ് എന്ന് കേട്ടാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഫിൽമോറ മാത്രമേ പറയുള്ളൂ. കാരണം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്കിതൊരു പ്രശ്നം പറ്റിയിട്ടില്ല. നല്ലൊരു സോഫ്റ്റ്വെയറാണ്. നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫിൽമോറയുടെ വാട്ടർമാർക്ക് വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ബൈ ചെയ്യണം. നിങ്ങൾക്ക് പെർ ഇയറിന് ബൈ ചെയ്യാം, പെർ മന്തിന് ബൈ ചെയ്യാം, അല്ലെങ്കിൽ ലൈഫ് ലോങ്ങിലായിട്ട് ബൈ ചെയ്യാം. അങ്ങനെ 3 രീതിയിലാണിത് ബൈ ചെയ്യാനുള്ളത് ഓപ്ഷൻസ് ഉള്ളത്. ഫിൽമോറ ആണെങ്കിൽ നിങ്ങൾ വെറുതെ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വെറുതെ നോക്കിയാൽ തന്നെ അത് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഇതെല്ലാം നിങ്ങൾ ട്യൂട്ടോറിയൽ കണ്ട് പഠിക്കുന്നതിനെക്കാട്ടിയും നിങ്ങൾ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ദിസ് ഇസ് അരവിന്ദ് സൈനിങ് ഔട്ട്.